എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ, സേ ദ നമ്പേഴ്സ് ഫ്രം 1 to 10. 1 തൊട്ട് 10 വരെ ഒന്ന് എണ്ണിയേ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതിനെ എണ്ണുമ്പോൾ 3 മാർക്കാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടിക്ക് ഇൻ ദ ബോക്സ്. ഓരോ ബോക്സിലും 2 പിക്ചർ കണ്ടോ. എ ദ ലോങ് വൺ. ആ ബ്രഷിൽ ഏതാണ് ലോങ് ആയിട്ടുള്ള ബ്രഷ്? പറഞ്ഞേ. ലോങ് എന്ന് പറഞ്ഞ എന്താ? നീളം കൂടിയത് അല്ലേ? ഏതാണ് നീളം കൂടിയത്? വേഗം നീളം കൂടിയ ബ്രഷിനെ ടിക്കിട്ടേ. ഇതാണല്ലേ നീളം കൂടിയത്. ഓക്കെ, അടുത്ത പിക്ചറിൽ എന്താണ് തന്നേക്കുന്നത്? ഒരു വാട്ടർമെലനും ഒരു ആപ്പിളും തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ദ ഹെവി വൺ ഏതിനാണ്? ഹെവി ആയിട്ടുള്ള ഒരെണ്ണത്തിന് ടിക്കിട്ട്. ഏതാണ് ഹെവി എന്ന് പറഞ്ഞാൽ? എന്താ? ഭാരം കൂടിയത് അല്ലേ? ഏതിനാണ് ഭാരം കൂടിയത്? വാട്ടർമെലനല്ലേ? അപ്പോൾ വാട്ടർമെലന് എന്ത് ചെയ്യണം? അതിൻ്റെ അടിയിൽ നമ്മൾ ടിക്കിടണം. ഓക്കെ, ഇനി അടുത്തത് ദ ഷോർട്ട് വൺ. 2 ട്രീസ് തന്നിട്ടുണ്ട്. അതിൽ ഷോർട്ടായിട്ടുള്ള ട്രീ ഏതാണ്? ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഉയരം കുറഞ്ഞത് അല്ലേ? ഉയരം കുറഞ്ഞ ട്രീക്ക് ടിക്കിട്. അപ്പോൾ ഷോർട്ട് ട്രീക്ക് ടിക്കിടണം. അപ്പോൾ ഏതാ? ഉയരം കുറഞ്ഞ ഇതിനെ ടിക്കിടണം. ഇനി അടുത്തത് എന്താ? ദ ബിഗ് വൺ. 2 ബോൾസ് തന്നിട്ടുണ്ട്. അതിൽ ബിഗ് ബോളിനെ എന്ത് ചെയ്യണം? ടിക്കിടണം. അപ്പോൾ ഏതാണ് അതിൽ ബിഗ് ബോള്? ഇതാണല്ലേ ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്. അപ്പം ബിഗ് ബോളിൻ്റെ താഴെ എന്ത് ചെയ്യണം? ടിക്കിടണം. വലിയ ബോളിൻ്റെ താഴെ ടിക്കിടണം. ഓക്കെ, ഇതിന് 4 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കൗണ്ട് ആൻഡ് സർക്കിൾ ദ കറക്റ്റ് നമ്പർ. നമ്മൾ കൗണ്ട് ചെയ്യണം. അതിൽ കാണുന്ന പിക്ചർ കൗണ്ട് ചെയ്ത് കറക്റ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. നമുക്ക് പാരറ്റ് ഒന്ന് എണ്ണി നോക്കിയാലോ, എത്ര പാരറ്റ് ഉണ്ടെന്ന്. 1 2 3 4 5. അപ്പം എത്രയാ? 5 എന്ന നമ്പർ ഏതാ? അതിലെ പാരറ്റിൻ്റെ താഴെ തന്ന നമ്പറിൽ 5 എന്ന് പറഞ്ഞ നമ്പറിനെ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. കൂട്ടുകാർ വേഗം 5നെ കണ്ട് സർക്കിൾ ചെയ്തേ. ഏതാ 5? ഇതാണ് 5 അല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. 5നെ സർക്കിൾ ചെയ്യണം. ഇനി അടുത്തത് ബ്രിഞ്ചാളൊന്ന് എണ്ണിയേ. എത്ര ബ്രിഞ്ചാളുണ്ടെന്നൊന്ന് എണ്ണിയേ. 1 2 3 ബ്രിഞ്ചാൾ. സർക്കിൾ ചെയ്തേ. 3നെ സർക്കിൾ ചെയ്തേ. ഇതാണല്ലേ 3. അപ്പം ഇതിനെ സർക്കിൾ ചെയ്യണം. ഇനി എത്ര ബോൾസ് ഉണ്ടെന്ന് എണ്ണിയേ. 1 2 3 4 5 6 7. എത്ര ബോൾസ് ഉണ്ട്? 7 ബോൾ ഉണ്ടല്ലേ? 7 എന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ ചെയ്യണം. അപ്പോൾ സർക്കിൾ ചെയ്തേ. 7 ഏതാ? അതിനെ നമ്മൾ സർക്കിൾ ചെയ്യണം. ഓക്കെ, ഈ ക്വസ്റ്റ്യന് 6 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കളർ ആസ് മെനി ആസ് ദ ഗിവൺ നമ്പർ. അതിൽ 2 ചിത്രം തന്നിട്ടുണ്ടല്ലേ? 2 ചിത്രത്തിൻ്റെ മുകളിൽ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ആദ്യത്തെ ചിത്രത്തിന് എത്ര നമ്പർ എഴുതിയേക്കണേ? 1. അടുത്ത ചിത്രത്തിനോ? 2. ആദ്യത്തെ ചിത്രത്തിന് എത്ര എണ്ണം നമ്മൾ കളർ ചെയ്യണം? എത്രയാണ് മുകളിൽ എഴുതിയേക്കണത്? 2 ആപ്പിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ 1 എന്നാണ് എഴുതിയേക്കണേ അല്ലേ? അപ്പോൾ 1 ആപ്പിളിനെ നമ്മൾ എന്ത് ചെയ്യണം? കളർ ചെയ്യണം. കളർ ചെയ്തേ. 1 ആപ്പിളിനെ കളർ ചെയ്തേ. ഓക്കെ, അടുത്ത ബോക്സിൽ എത്ര ചിത്രം തന്നിട്ടുണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ? അതിൽ എത്ര എണ്ണമാണ് കളർ ചെയ്യേണ്ടത്? അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എത്ര നമ്പർ എഴുതിയേക്കണത്? 2 അല്ലേ? അപ്പോൾ 2 പിക്ചറിന് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം. ഓക്കെ, ഇതിന് 4 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ടിക്ക് ദ സെറ്റ്സ് വിച്ച് ഹാവ് 0. കണ്ടോ? ഇതിൽ ടിക്ക് ഇടാൻ അവിടെ ഒരു കൊട്ടയിൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടല്ലേ? ആ ഫ്രൂട്ട്സിൽ
സീറോ വരുന്ന ഫ്രൂട്ട്സിൻ്റെ കൊട്ടയ്ക്ക് ടിക്കിടാൻ. ഏതാണ് സീറോ? സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ലാത്തതിനെയാണ് സീറോ എന്ന് പറയുക. ഏതാണ് അതിൽ സീറോ? ഒന്നുമില്ല സാധനത്തിന് നമ്മൾ ടിക്കിടുക. അപ്പം അതിൻ്റെ ചുവട്ടിൽ ടിക്കിടണേ. അടുത്തത് എന്താ? 2 പാത്രം തന്നിട്ടുണ്ട് അല്ലേ? 2 ചെപ്പ്. മറ്റേ ചെപ്പ്, ഒരു ചെപ്പിൽ എന്താണ്? ഒന്നുമില്ല അല്ലേ? മറ്റേ ചെപ്പിലോ നല്ല നിറമുള്ള മുത്തുകളുണ്ടല്ലേ? അപ്പോൾ ഏതാണ് ഇതിൽ സീറോ വരുന്നത്? ഒന്നുമില്ലാത്തതിനല്ലേ സീറോ എന്ന് പറയും. അപ്പോൾ ഏതാ? ഒന്നുമില്ലാണ്ട് ചെപ്പ് മാത്രമായിട്ടിരിക്കണത് അല്ലേ? സീറോ ആണ് അതിൻ്റെ ഉള്ളിലല്ലേ? അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ടിക്കിടണം. ഇതിന് 2 മാർക്കാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. കൗണ്ട് ആൻഡ് മാച്ച് ടു നമ്പർ. കൗണ്ട് ചെയ്യാനല്ലേ? കൗണ്ട് ചെയ്തിട്ട് നമ്പറിലേക്ക് മാച്ച് ചെയ്യാൻ. നമുക്ക് നോക്കിയാലോ. ഫസ്റ്റത്തെ ബോക്സിൽ എത്ര ഫ്ലവർ ഉണ്ട്? ഒന്ന് എണ്ണിയേ. 1 2 3 4. 4ലേക്ക് വരയ്ക്കണേ. 4 ഏതാണെന്ന് മനസ്സിലായോ? ഇതാണ് 4. അപ്പോൾ 4ലേക്ക് നമ്മൾ വരയ്ക്കണം. ഇനി അടുത്തത് നോക്കിയേ. എത്ര ഗ്രേപ്സ് ഉണ്ട് അടുത്ത ബോക്സിൽ? എണ്ണി നോക്കിയാലോ. 1 2 3 4 5 6. അപ്പോൾ 6 എന്ന് എഴുതിയ നമ്പറിലേക്ക് നമ്മൾ വരയ്ക്കണം. 6 ഗ്രേപ്സ് അല്ലേ? അപ്പോൾ 6 എന്ന് എഴുതിയ നമ്പറിലേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം, മാച്ച് ചെയ്യണം. ഇനി അടുത്തത് എന്താ? അടുത്ത ബോക്സിൽ എത്ര ഫിഷ് ഉണ്ടെന്ന് നോക്കാം. എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8 9. അപ്പോൾ എത്ര ഫിഷ് ഉണ്ട്? 9 ഫിഷ് അല്ലേ? അപ്പോൾ 9 എന്ന നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് മാച്ച് ചെയ്ത് കൊടുക്കണം, വരച്ചു കൊടുക്കണം. ഓക്കെ, ഇതിന് 6 മാർക്കാണ്. വളരെ സിമ്പിളല്ലേ ക്വസ്റ്റ്യൻസ്? പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. ബൈ.